അമേരിക്കയിലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പോൾ തിരിച്ച് ദുബായിൽ പഴയ ഫേമിൽ ജോയിൻ ചെയ്തു. തോമസ് സാർക്ക് ഇപ്പോൾ അവിടെയാണ്. ഷീസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അവിടെ തോമസ് സാറൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ്. ഓ, ഇത്ര പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തോ? ആരെ ചേർക്കാൻ? അതവിടെ പോയില്ലേ? താൻ തന്റെ ഒടുക്കത്തെ മെന്റലിസം വെച്ച് കണ്ടുപിടിച്ച പോലെ മായുടെ പ്രേതം അല്ല അവിടെ ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡോൺ വരച്ച പെയിന്റിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? നോക്കാം. സാബു ചേട്ടൻ റിസോർട്ടൊന്നും ഒന്ന് കണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര കാലത്തെ ഡ്രീമാണ് ഇത്. വിൽക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കണം. എന്താണ് ഇത്? ഇങ്ങനൊരു മിസ്സിംഗ് ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടാന്ന് അവൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ? അല്ലെങ്കിൽ ഈ ജോൺ ഡോൺ ബോസ്കോനെ ഇനി അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലഡി ഫ്രോഡ്. നോൺസെൻസ്. അയാൾ ഏതോ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച് ഇനി അതിൻ്റെ പിന്നാലെ തൂങ്ങിയ വല്ല പോലീസ് കേസ് അവൻ അത് മതി. ഡേ, സൈബർ സെല്ലൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ്ങാ. എടാ, അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാൻ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? നീ അത് തന്നെ. വേണ്ട പ്രിയ, ഇത്രയും അൺഎത്തിക്കലായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. അന്നത്തേക്കിലോ മിണ്ടരുത്. നീ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. മര്യാദക്ക് ജോലി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന എന്റെ ഡ്രീമാണോ ലക്കയുടെ മൂടാന്നും പറഞ്ഞ് ഇതിൽ കൊണ്ടുവന്ന് കാശലവാക്കി നീയല്ലേ? നീ ആ ടോപ്പിക് വിട് പ്രിയ. We did this together and we have to stand by this together. നിനക്കൊക്കെ അത് പറയാം. ദുബായി ചെന്ന് വാപ്പാനോട് സോറി പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇവനും അങ്ങനെ തന്നെയല്ലേ? ഡിവോഴ്സ് കഴിഞ്ഞപ്പോ കോട്ടയത്ത് മാറിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അതല്ലേ ഇവനിത്? എനിക്ക് അങ്ങനെയാണോ? 10-12 പട്ടിയെ പോലെ പണിയെടുത്തുണ്ടാക്കി കാശല്ലേ ഇതിലിട്ടിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളിതിൽ കൊണ്ട് പെടുത്തുകൂടാ. കുറേ വർഷത്തെ മടുപ്പിന്ന് പഴയ നമ്മുടെ കോളേജ് കാലത്തേക്ക് ഒരു യൂണി അതെല്ലാടെ ഞാൻ ആഗ്രഹിച്ചോളൂ. സോറി ഡാ. ഇത് വേണോടാ. ഇതല്ല നമ്മുടെ മുന്നിൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? വെള്ളം അടിച്ച് ഇതിനകത്ത് കയറില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലടാ. സുപ്രീം കോടതി ജഡ്ജിയോ ഇതുപോലുള്ള റിസോർട്ടും പണിച്ച് കുറെ പട്ടാളച്ചിട്ട് എന്നെ പോലെയുള്ള പാവങ്ങളെ കൊണ്ട് അടിമപ്പണിയടിച്ച് സുഖിച്ച് ജീവിക്കണ പട്ടികളെ. നിനക്കൊക്കെ ഇവിടെ കുടിച്ചു കൂത്തോടെ എന്തോ പെണ്ണും പിടിക്കാം. പാവപ്പെട്ട ഞാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് മായങ്ങളുടെ ഫോട്ടോ അല്ലെന്ന് ആ മനസ്സ് വായിക്കണ തെണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചോ? ഇപ്പൊ എന്താടാ നീ ആരാണ്? എന്തായി കാണിക്കുന്നത്? നീ നടങ്ങ്. നിനക്ക് അവിടെ കിടക്കണ ശവം ബോധം വരെ പണിയിട്ട് പോക്കോളൂ. വേണ്ട വേണ്ട നോക്കുമ്പോ തലേ കയറാൻ വന്നേ. ഞാനിത് പോസ്റ്റ് ചെയ്യാം. നീ എന്തായാലും ചെയ്യും. അഡ്രസ് കൂടി വെക്കണോടാ. ഫോൺ നമ്പർ ഉണ്ടല്ലോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇത് അപ്ലോഡ് ആവുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ. നീ ഒന്നുകൂടെ ട്രൈ. എൻ്റെ നേരത്തെ ഒരു കണ്ടു. നീ അത് അപ്ലോഡ് ചെയ്യും. ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ. എന്താ ഇഷ്യൂ? നിനക്കൊരു ഭാവമാറ്റം. ഇവനിത് എന്തിന്റെ പാത കയറിയതാ?
ഞങ്ങൾ ഈ പള്ളി വിട്ടു പോവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് എഴുന്നേൽക്ക്. അച്ഛൻ ഞങ്ങളെ കൈവിടല്ലോ അച്ഛോ. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിലെന്താ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടച്ചോ? ഇവരെന്നെ പറഞ്ഞില്ലേ, 3 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ, എന്തിന്, എന്ത് നേടി. അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇയാളെ ഞാനിന്ന് കൊല്ലു വെച്ചു. കണ്ണി ചോറിട്ട് കൊടുത്ത എനിക്ക്. സോറി, ഞങ്ങൾക്കറിയില്ല. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കും. കാല് പിടിക്കാൻ. എന്നിട്ടെന്താ കാല് പിടിക്കാത്ത? അവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ജോ. ഐ എം സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, എനിക്കുണ്ടായിരുന്നത് ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. മേ ബി ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ട്രൈഡ്, ബട്ട് ഐ എം സോറി. ഞാൻ പോട്ടെ ചോ. എന്നെ വിശ്വാസമില്ല അല്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. ബൈ. നൈസ് മീറ്റിംഗ് യു.